ഉം. ഉം. ആ. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. പവർ കട്ട് ഇനിയും തുടരും. അതെന്താ രമേശ് ചേട്ടാ, ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രതിസന്ധി? അണക്കെട്ടിലൊന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രം വെള്ളം. ഓഹോ, അതിന് മാത്രം വെള്ളമായി, ബാക്കി എല്ലാത്തിനും വെള്ളമുണ്ട്. അതല്ലടാ, മഴയില്ലാത്തതുകൊണ്ട് അണക്കെട്ടിലൊന്നും വെള്ളമില്ല. അല്ല, നേരെ എത്രയായിട്ട് നീ എന്താ പോവാത്ത? സത്യം പറഞ്ഞ വീട്ടിലേക്കൊന്നും പോവാൻ തോന്നില്ല. വീട്ടിലേക്കൊന്നും പോവാൻ തോന്നില്ലെന്നോ? എന്താ മോനെ, എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ? എന്ത് ചുറ്റിക്കളി രമേശ് ചേട്ടാ? ഒന്നുമില്ല. വീട്ടിൽ ചെന്ന ഭാര്യ സ്വൈര്യം തരില്ല, ചെവിയിലിങ്ങനെ മൂട്ട പോയ പോലെ. സ്വൈര്യം തരുന്നില്ലേ? തെളിച്ചു പറയടാ. ആക്കെ എന്നെ ഭയങ്കര സംശയം എന്ന് പറഞ്ഞ ഒരു തരം സംശയ രോഗം. അയ്യോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും വീട്ടിലേക്ക് പോകാൻ തോന്നൂല. അല്ല, ഇത് കുറെ ആയോ തുടങ്ങിയിട്ട്? സത്യം പറഞ്ഞ അവൾക്ക് എന്നെ ആദ്യം മുതലേ സംശയമുണ്ട്. ഇപ്പോൾ വല്ലാതെ അങ്ങ് കൂടി. എന്നും ഒച്ചപ്പാടും ബഹളവും മടുത്തു. അല്ലെങ്കിൽ നേരാ, ഈ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ല. ഈ സംശയരോഗം കൊണ്ട് എത്ര കുടുംബങ്ങളാ തല്ലി പിരിഞ്ഞേക്കുന്നത്. കണ്ടോ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇക്കാര്യം ഞാൻ ഇവളുടെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്കും എന്നെ സംശയം. ഓഹോ, അവരപ്പോ കുടുംബത്തോട് സംശയിക്കുന്നവരാ? അതെ രമേശ് ചേട്ടാ, ഞാൻ പെട്ടുപോയി. മാട്രിമോണി വഴി വന്ന ബന്ധമല്ലേ, അതുകൊണ്ട് ആരോട് പരാതി പറയാൻ? ആട്ടെ, ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? എനിക്കൊന്നും അറിയില്ല എൻ്റെ രമേശ് ചേട്ടാ. പോയി ചത്ത് കളഞ്ഞാലോന്ന് വരെ തോന്നിയപ്പോ. ചിലപ്പോ അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. എന്തിന്? അല്ല, ചത്ത് കളഞ്ഞാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോ കൊന്നു കളയാനും മതി. കൊല്ലാനോ? ആര്? സംശയത്തിന്റെ പേരിൽ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ നീ? ഏയ്, അവളങ്ങനെ ചെയ്യൂ? ഇനിയിപ്പോ എന്താ രമേശ് ചേട്ടാ ചെയ്യാ? അവളെ വല്ല സൈക്കാട്രിസ്റ്റിനെ എടുത്തിട്ട് കൊണ്ടുപോയാലോ? ചിലപ്പോ ശരിയാവും. അല്ല, എന്താ അവളുടെ സംശയം? നീ കാണുന്ന പെണ്ണുങ്ങളുടെ ഒക്കെ പുറകെ പോകുന്നുണ്ടെന്നാണോ? ഓ, ഏത് പെണ്ണുങ്ങളെ നോക്കിയാലും മിണ്ടിയാലും ഒക്കെ സംശയമാണോ? അങ്ങനെ എല്ലാ പെണ്ണുങ്ങളുടെ കാര്യത്തിലും അവൾക്ക് സംശയമില്ല. പിന്നെ ഒന്ന് രണ്ട് പേരുടെ കാര്യത്തിലും മാത്രം. ഓഹോ, അതാരൊക്കെയാ? നമ്മുടെ പഞ്ചായത്തിലെ ഗീതയില്ലേ, പിന്നെ മുൻ ADS ശാന്ത, ഒന്നരൻ്റെ മോള് ശൈലജ. ഏത് ഡൈവേഴ്സ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആ പെണ്ണോ? അതേന്ന്, ഞാൻ എപ്പോഴും ഇവരെ കൂടെയാണോ, ഇവളും ആരുമായിട്ട് രഹസ്യബന്ധം ഉണ്ടോന്നാ അവൾ എപ്പോഴും പറയുന്നത്. അല്ല, ഇവരെ കൂടാതെ വേറെ ആരെങ്കിലും സംശയം ഉണ്ടാ? ഇതുവരെ ഇല്ല. ഇപ്പോ ഇവരെ മാത്രമേ സംശയമുള്ളൂ. അത് മതിയല്ലോ മനുഷ്യന്റെ സ്വസ്ഥത പോകാൻ. ഇത് നീ പേടിക്കണ്ട, ഇതൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാതെ ഞാനിത് ശരിയാക്കി തരാം. രമേശ് ചേട്ടാ, അതെങ്ങനെ? സംശയരോഗം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചു. ഇത് സിമ്പിൾ, ഇപ്പൊ ശരിയാക്കി തരാം. നീ അവളെ വിളിച്ചേ. നമ്മളെ ശാന്തയോ അതോ ശൈലജനെയോ? പിന്നെ നമ്മളെ ഗീതയെ വിളിച്ചാൽ കിട്ടൂല, അവളെ കെട്ടിയവൻ വന്നിട്ടുണ്ട്. അവരെ വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, നിന്റെ ഭാര്യയെ. ഓ, ഇനിയിപ്പോൾ അവളെ വിളിച്ച് ഉപദേശിക്കാഞ്ഞിട്ടാ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല രമേശ് ചേട്ടാ? നീ വിളിച്ചതാ, അവളുടെ ഈ സംശയരോഗം ഇന്നത്തോടെ ഞാൻ തീർത്തുതരാം.
ഹലോ മോളെ മോളെ ഉണ്ണിയല്ല രമേശ് ചേട്ടനാ. ആ കൊനസ്റ്റ് രമേശ് ചേട്ടൻ. ആ ആ ആ മോളെ, കുടുംബജീവിതത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് സംശയം. സംശയരോഗമുള്ള ഒരു കുടുംബം പോലും രക്ഷപ്പെട്ടിട്ടില്ല. ആ ഗീതയുടെ ശാന്തയുടെ ശൈലജന്റെ ഒക്കെ പേരില് നിനക്ക് അവനെ സംശയാന്നു. അതും പറഞ്ഞ് അവൻ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ? അതാ പറഞ്ഞത്. സംശയം വെച്ചോണ്ടിരുന്ന നമ്മുടെ സമാധാനവും പോവും, അവരുടെ സമാധാനവും പോവും. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ അവനെ ഇക്കാര്യത്തിൽ സംശയിക്കരുത്. സംശയത്തിന്റെ കണ്ണുകളോട് അവനെ നോക്കരുത്. അവനത് അത്രയേറെ സങ്കടമുണ്ട്. ഇനി അവനെ നീ അങ്ങനെ സംശയിക്കണ്ട. അത് ഉറപ്പാ. ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ച് വീണ്ടും സംശയിക്കുന്നത് തെറ്റാ.